ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഇന്നലത്തെ ബാക്കി വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഏകദേശം 3 മണിയായിട്ടുണ്ട്. നമ്മുടെ മീനൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. വേണ്ട ഞാൻ ഇന്നലെ രാത്രി തന്നെ 2 ബക്കറ്റിലോട്ട് മാറ്റി. ഒരു ബക്കറ്റിനകത്ത് ഇതും അകത്ത് വേറെ ബക്കറ്റ് ഇരിപ്പുണ്ട്. വേണ്ട എനിക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇതിനകത്തും കുറേ കുടമുണ്ട്. സോ ഞാൻ ഇന്നലത്തെ വീഡിയോയ്ക്കകത്ത് മൊത്തം ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് ഞെങ്ങിരിക്കുന്നു. നീന്താൻ പോലും പറ്റുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ 2 ബക്കറ്റിനകത്തോട്ട് മാറ്റി. ഇന്നിന് നമുക്ക് ചെറിയൊരു പരിപാടിയുണ്ട്. ഇന്ന് മീൻ പിടിക്കുന്നില്ല. ഇതിൻ്റെ അടിവശത്ത് കിടക്കുന്ന അഴുക്കെല്ലാം ക്ലീൻ ചെയ്ത് മാറ്റാം. സോ അതിനാണ് ഞാൻ ഈ മഗ് എടുത്തേക്കുന്നത്. മഗ്ഗും ഓസും വെച്ചൊരു പരിപാടിയുണ്ട്. സോ ഞാനിപ്പോൾ ഇതിനകത്ത് നിന്ന് വെള്ളം കോരിയിട്ട് നമ്മുടെ ഓസ് നിറയ്ക്കാൻ പോവാം കേട്ടോ. ഓസ് നിറച്ചിട്ട് ഒരെൻഡ് താപ്പോട്ടും വിടും, ഒരെൻഡ് നമ്മുടെ ടാങ്കിനകത്തോട്ടും വിടും. ഒരെൻ്റെ താപ്പോട്ട് വിട്ടപ്പോൾ വേണ്ട വെള്ളം പോകുന്നുണ്ട വിത്ത് അഴുക്ക്. ഒരെൻ്റെ നമ്മുടെ ഇതിനകത്താണ്. വേണ്ട അഴുക്ക് പോകുന്നുണ്ട. മീൻ ചിലപ്പം കയറിപ്പോവും, പക്ഷെ പറയാൻ പറ്റത്തില്ല നമുക്ക്. പക്ഷെ വേറെ വഴിയില്ല, അല്ലെങ്കിൽ ഇത് ഇന്നൊന്നും തീരത്തില്ല. അഴുക്കിറങ്ങി പോകുന്നുണ്ട. ഇതിനകത്ത് വരുന്ന അഴുക്കാണ് ഈ കിടക്കുന്നത്. നല്ല കറാന്ന് കിടക്കുന്നത്. ഓക്കെ, അവിടെ ഒരു ഓസിൻ്റെ ഒരെൻ്റെ ഇപ്പുറത്താണ് കേട്ടോ. ഞാൻ അടിയിൽ വെച്ചേക്കാണ്. ഇതിൻ്റെ അടി മൊത്തം മാവിലാണ്. അന്നേരം ഓസിൻ്റെ ഫ്ലോയെ ഇത് തടസ്സപ്പെടുത്തും. വാട്ടറിൻ്റെ ഫ്ലോയെ തടസ്സപ്പെടുത്തും. കണ്ടോ, സാധനം നിന്ന് ഇതിൻ്റെ അടിയിൽ മാവിലുണ്ട്. മാവിൽ ഞാൻ എടുത്ത് മാറ്റുമ്പോൾ അവിടെ വരും. കണ്ടോ, ഇതുപോലെ മാവിലയാണ് ഇതിനകത്ത് നിറയെ. മാവില ഇല്ലെങ്കിൽ അഴുക്ക് മാത്രം ഉള്ളെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. ഇത് ഇടയ്ക്കിടയ്ക്ക് സാധനം ഇവിടെ നിൽക്കും. അതാണ് പ്രശ്നം. അഴുക്കിടക്കുന്ന നോക്കിയേ. നമ്മളിതിനകത്ത് നിന്ന് എടുത്ത് കളഞ്ഞ അഴുക്കാണ് ഈ കിടക്കുന്നത് കേട്ടോ. ഫുൾ അഴുക്കാണ്. അപ്പുറത്തുണ്ട്. തെന്നി വീഴും. അതുകൊണ്ട് ഇവിടെ ഈ മാവലയൊക്കെ ഇതിനകത്ത് കിടന്ന കേട്ടോ. കംപ്ലീറ്റ് അഴുക്കായിരുന്നു. വെള്ളം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 60-60% അഴുക്കിനകത്ത് അടിയിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ടും സ്റ്റിൽ ഇതിനകത്ത് സാധനമുണ്ട്, അഴുക്കുണ്ട്. ഒരു രക്ഷയിലുണ്ടോ, അമ്മാതിരി അഴുക്ക്. ഞെട്ടിപ്പോയി. ഇനി അത് തുറക്കുമ്പോൾ അറിയാം അതിനകത്ത് ഇനി എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ഒരുപാട് മീനും കുഞ്ഞുങ്ങളൊക്കെ പോയിട്ടുണ്ടാവും, പക്ഷെ നമുക്ക് വേറെ മാർഗ്ഗമില്ല. ഇതിനകത്ത് അഴുക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാവേ. ഇങ്ങനെയാണ് ഈ സാധനത്തിനകത്ത് അഴുക്ക് പോകുന്നത്. ഒരു മാവില വല്ലതും ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഓസിൻ്റെ വക്കങ്ങ് ഇതങ്ങ് അടയ്ക്കുമ്പോൾ അതങ്ങ് സ്റ്റോപ്പാവും. അതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അഴുക്ക് മാത്രം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ അങ്ങ് ക്ലീൻ ചെയ്യാമായിരുന്നു. ഇതിപ്പോൾ അടയുമ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്ത് കളയണം. അതുകൊണ്ട് ഏകദേശം ഇത്രയും നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അഴുക്കെല്ലാം വേണ്ട എല്ലാം ഇപ്പോൾ 2ാമത്തെ വട്ടം എടുത്ത് കണ്ട് ഇവിടെ ആക്കി. നമുക്ക് കുറച്ച് അഴുക്കൂടെ കളയാനുണ്ട്. അന്നേരം ഇതിനകത്ത് വെള്ളം മൊത്തം വറ്റിയില്ലേ. അന്നേരം വെള്ളം ഒരുപാട് വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്ലോ നടക്കത്തില്ല. ഇപ്പം നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ, സൈഫൺ എഫക്റ്റ് എന്ന് പറയും. വെള്ളം കൂടിയുള്ള സ്ഥലത്ത് നിന്ന് വെള്ളം കുറഞ്ഞ സ്ഥലത്തോട്ട് ഫ്ലോ ചെയ്യുന്നു. അതാണിപ്പോൾ ഞാനിപ്പോൾ ഈ ഓസ് വെച്ച് കണ്ടത്. മനസ്സിലായോ? ഇപ്പം വെള്ളം കുറവ് രണ്ടും ഒരേ ലെവലായപ്പോഴത്തേക്ക് ഫ്ലോ നിന്നു. ഇനി നമുക്ക് വെള്ളം ഇവിടെ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ അപ്പുറത്തെ സൈഡിലോട്ട് വെള്ളം ഫ്ലോ ചെയ്യത്തുള്ളൂ. അതാണ് അതിൻ്റെ പുറകിലുള്ള ഒരു സയൻസ് എന്ന് പറയുന്നത്. നമ്മളുടെ ഏകദേശം ടാങ്കൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം അഴുക്കൊക്കെ എടുത്ത് കളഞ്ഞ്. ഈ സൈഡിലത്തെ പായലൊന്നും ഞാൻ കളഞ്ഞില്ല. അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള എക്കോസിസ്റ്റം അങ്ങനെ തന്നെ നിൽക്കട്ടെന്ന് വിചാരിച്ചു. ഈ സൈഡിലൊക്കെ പായൽ കളിച്ചിരിക്കുന്നുണ്ടല്ലോ, കണ്ടോ, ഇതൊക്കെ അങ്ങനെ തന്നെ നിൽക്കട്ടെന്ന് വിചാരിച്ചു.
വെള്ളം അടിച്ച് നിറച്ചു. അടിയിലത്തെ അഴുക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വെള്ളം കുറച്ച് കലങ്ങി കിടക്കുകയാണ്, പക്ഷേ കുഴപ്പമില്ല. നമ്മൾ ആ ബക്കറ്റും മറ്റേ ബക്കറ്റിനകത്തിരിക്കുന്ന മീനെയൊക്കെ ഇനി പിടിച്ച് ഇതിനകത്തോട്ട് ഇടാം. എന്നിട്ട് അതിനകത്ത് കിടക്കുന്ന മീനെ പിടിച്ച് ഇതിനകത്തോട്ട് ഇട്ടിട്ട് അത് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് വേറെ മീനെ മേടിച്ചിടാം. അതാണ് ഇപ്പോഴത്തെ ഒരു പ്ലാൻ. തൽക്കാലത്തേക്ക് നമ്മൾ പിടിച്ച് ബക്കറ്റ് വെച്ചിരിക്കുന്ന മീനെല്ലാം നമുക്ക് ഇതിനകത്തോട്ട് എടുത്തിടാം. അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇത് 2 ദിവസമൊക്കെ ബക്കറ്റിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ചത്തുവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ തന്നെ അത്രയും മീനകത്ത് കൺജസ്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. സോ എന്തായാലും നമുക്ക് ഇത്രയൊക്കെ ക്ലീനിങ്ങൊക്കെ മതി. ഒടിഞ്ഞടേ 2 ദിവസത്തെ പരിപാടിയായി ഈ ഒരു കുഞ്ഞൻ ടാങ്ക് ക്ലീൻ ചെയ്യുന്നത്. അത്രയ്ക്ക് അഴുക്കുണ്ടായിരുന്നു. അഴുക്ക് നോക്കി കിടക്കുന്നത് വേണ്ട, അഴുക്കുണ്ടോ വേണ്ടോ? ഈ മൊത്തം കറുകറാന്ന് കിടക്കുന്ന അഴുക്കാണ്. ഈ ടാങ്കിനകത്തിരുന്നതാണ്. അതിൻ്റെ കൂടെ ഒരു ചെമ്പിട് മാതലയും പണ്ടാരം. എങ്ങനെയുണ്ടായിരുന്നു ബക്കറ്റിനടിയിലെ കാഴ്ച? നമുക്കിനി ഇതിനെ കോരി ടാങ്കിലോട്ട് നിക്ഷേപിക്കുന്ന ചടങ്ങാണ് സുഹൃത്തുക്കളെ നടക്കാൻ പോകുന്നത്. പിടയ്ക്കുന്ന പിടപ്പുണ്ടോ? എല്ലാം പോ. അടുത്ത ബാച്ച്. നമ്മുടെ ബക്കറ്റുമായിട്ട് കിടന്നിട്ട് കരിഞ്ഞ് കിടന്ന സാധനമൊക്കെ ഇപ്പോൾ ഒരുമാതിരി ഗോൾഡൻ കളറിലിട്ടായിട്ടുണ്ട് കേട്ടോ. നമ്മൾ മറ്റേ ബക്കറ്റിനകത്തുള്ള മീനെല്ലാം മാറ്റി. ഇനി ദാണ്ട് ഇതിനകത്തുള്ള മീനെയാണ് മാറ്റേണ്ടത്. ഇതിനകത്ത് നിറയെ പൊടി കുഞ്ഞുങ്ങളാണ്. നോക്കി തുരുതുരാന്ന് കിടക്കുന്നത് ചെറവറ കുഞ്ഞുങ്ങളാണ്. മറ്റേല്ലാം ഇതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ. നമുക്കിതിനകത്ത് ഇത് കോരിയെടുക്കാം. ഇത് നോക്കിയാൽ മൊത്തം കുഞ്ഞുങ്ങളാണ്. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി മീനുകളെല്ലാം നമ്മുടെ ടാങ്കിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു ടാങ്ക് കൂടി ഇനി ബാക്കിയാണ്. ഇതിനകത്ത് കിടക്കുന്ന മീനെ എല്ലാത്തിനെയും പിടിച്ച് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പണി തീരും. നമുക്ക് ഇന്നത്തേക്ക് ഈ പരിപാടി നിർത്താം. എന്തായാലും ഈ ടാങ്കിൻ്റെ കാര്യം നമുക്ക് നാളെ നോക്കാം. ഓക്കെ, ഞാൻ എന്തായാലും ഇനി അണ്ടർ വാട്ടർ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. ഇത് വല വെച്ചിട്ട് തൽക്കാലത്തേക്ക് നമ്മളിതിനെ ഒന്ന് സെക്യൂർ ചെയ്തിട്ടുണ്ട്. കൊക്കിൻ്റെ ഭയങ്കര ശല്യമാണ്. കൊക്ക് എപ്പോഴും വന്നിട്ട് എന്താ പറയുക മീനെ പിടിച്ചുകൊണ്ട് പോകും. സോ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി നാളെ. അപ്പം ശരി, ബൈ.